നബിവാക്യം. ദുർവ്യയമോ അഹങ്കാരമോ കൂടാതെ നിങ്ങൾ ഭക്ഷിക്കുകയും കുടിക്കുകയും വസ്ത്രം ധരിക്കുകയും ദാനം ചെയ്യുകയും ചെയ്യുക. ഇസ്ലാം മിതത്വത്തിൻ്റെ മതമാണ്. ഏത് കാര്യത്തിലും ആ മിതത്വം നിലനിർത്താൻ വിശ്വാസികൾ ബാധ്യസ്ഥരാണ്. പ്രത്യേകിച്ചും ധനം ചിലവഴിക്കുന്നതിൽ ദുർവ്യയം ചെയ്യാൻ പാടില്ല. യഥാർത്ഥ ദൈവവിശ്വാസികളുടെ സ്വഭാവത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പ്രകാരം പറയുന്നുണ്ട്. അവർ ചെലവ് ചെയ്യുകയാണെങ്കിൽ അമിതവ്യയം ചെയ്യുകയോ പിശുക്കി പിടിക്കുകയോ ചെയ്യാതെ അതിനിടയ്ക്കുള്ള മിതമായ മാർഗം സ്വീകരിക്കുന്നവരാണ്. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതല്ലേ, അത് എനിക്കിഷ്ടമുള്ളതുപോലെ ചിലവഴിക്കും എന്ന നിലപാടാണ് പലർക്കുമുള്ളത്. ഒരു യഥാർത്ഥ ദൈവവിശ്വാസിക്ക് ഈ നിലപാട് സ്വീകരിക്കാൻ സാധ്യമല്ല. കാരണം തൻ്റെ സമ്പത്ത് ദൈവം നൽകിയ അനുഗ്രഹമാണെന്ന് അവൻ മനസ്സിലാക്കുന്നുണ്ട്. ഒരിക്കൽ പ്രവാചക ശിഷ്യനായ സഅദ് നമസ്കാരത്തിനു വേണ്ടി അംഗശുദ്ധി അഥവാ വുദു ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അമിതമായി വെള്ളം ഉപയോഗിക്കുന്നത് കണ്ട നബി തിരുമേനി അദ്ദേഹത്തോട് ചോദിച്ചു, സഅദ്, നീ എന്തിനാണ് ഇത്രയധികം വെള്ളം ധൂർത്തടിക്കുന്നത്? അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അംഗശുദ്ധി വരുത്തുന്നതിനും ധൂർത്തുണ്ടോ? നബി പറഞ്ഞു, അതെ. ഒഴുകുന്ന നദിയിൽ നിന്നാണ് നീ വുദു ചെയ്യുന്നതെങ്കിൽ പോലും അതിലെ വെള്ളം ആവശ്യത്തിലധികം ഉപയോഗിക്കരുത്. മിതത്വം ജീവിതശൈലിയായി സ്വീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നബി ഉദ്ബോധിപ്പിച്ചത്. തിന്നുന്നതിലും കുടിക്കുന്നതിലും ഒന്നും അമിതത്വം പാടില്ലെന്നാണ് ഇസ്ലാം നിഷ്കർഷിക്കുന്നത്. ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക, എന്നാൽ ദുർവ്യയം ചെയ്യരുത്. ദുർവ്യയം ചെയ്യുന്നവരെ ദൈവം ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. അതേപോലെ മറ്റൊരു ഖുർആൻ സൂക്തത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ദുർവ്യയം ചെയ്യുന്നവർ പിശാചുക്കളുടെ സഹോദരങ്ങളാണ്.